ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഒരു മീൻ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഞാൻ ഇതൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ 1 കിലോ ചൂര മീൻ മേടിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിന് അരപ്പ് തയ്യാറാക്കണം ഞാൻ. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ പുളിക്ക് ആവശ്യമായ കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ അതവിടെ ഇരിക്കട്ടെ. ഇത് ചതച്ചുകൊണ്ട് വന്നിട്ട് ഈ ജാറിൽ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് അരച്ചാണ് ഞാൻ ഇത് മീൻകറി വെക്കുന്നത്. കുടംപുളി ഇട്ട് നല്ല നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പം ഞാൻ ഇത് ചതച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പം ഗേസ് ഞാനിതിനകത്ത് കാശ്മീരി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ കാണത്തുണ്ടോയെന്ന് അറിയാൻ വയ്യ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചു, മുളക് അരച്ച് വെച്ചു. ഇനി ഞാനിത് അടുപ്പ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പം കാണാം. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഞാൻ കുറച്ച് അധികം ഒഴിച്ചിട്ടുണ്ട്. കറിവേപ്പില, കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ കറിവേപ്പില അത്രയും നല്ല ടേസ്റ്റും മണവും ഒക്കെയാണ്. ഇനി ഇത് ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ മുളക് പൊടി അരച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുളക് അരച്ച് വെച്ചിരിക്കുന്നത്, പുളി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു 3-4 കഷ്ണം വറുക്കാനും കൂടെ എടുത്തായിരുന്നു. അത് അരപ്പ് പൊരിട്ട് വെച്ചാൽ നോർമലായിട്ട് വറുക്കാനുള്ളത്. നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പം കറിവേപ്പിലയുടെയൊക്കെ ആ പച്ച നിറമൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കപ്പോഴും ഇത് പൊരിച്ചിടാം. അരപ്പാണ്. അപ്പം നമുക്കിതിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് എത്ര മീനുണ്ടോ അതിനനുസരിച്ചുള്ള പുളി എത്രയാണോ ആവശ്യം അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. അല്ലാതെ എനിക്കൊരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനിത് വെള്ളത്തിട്ടുന്ന പുളി ഇട്ട് കൊടുക്കണം. പുളിപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ പുളിഞ്ഞ് കറക്കി കളയാം. ഒരുപാട് വെള്ളം വേണ്ട, മീൻ വേകാനുള്ള വെള്ളം വേണം. അത് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം. ഫ്രണ്ടിലെ കാണത്തുള്ളൂ, എൻ്റെ ബാക്കിൽ വരാം. ഇതെൻ്റെ ഇളയ സന്തതി ഒന്നും പോയില്ല. അരപ്പ് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോഴും ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീനിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഇറങ്ങും. നമുക്കിത്
ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചിട്ട് ചെറിയ തീയിലിട്ട് അടച്ച് വെക്കുക. അപ്പം മീനൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതവിടെ കണ്ടു അപ്പോഴത്തേന് ഞാൻ കപ്പ പൊളിച്ചു കൊള്ളട്ടെ. ഓക്കെ, അപ്പം മീൻ കറി വെന്തിട്ടുണ്ട്. അതിലിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നമ്മളെ മീൻ കറി നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. കുടംപുളി ഇട്ട മീൻ കറി. ഓക്കെ, ഞാനിനി അതിൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടട്ടെ.